ഇതേ ഇപ്പം ചൂണ്ടയിട്ട് കിട്ടിയതാ. ഇപ്പോഴേ കൊണ്ടുവന്ന് ഇപ്പോഴേ പണിയോ. കറി വെക്കാനാ. കറി വെക്കാം. മുമ്പൊരു മുളക് കറി വെക്കാം. മുളക് കറി. പല്ല് കണ്ടോ? എന്താ പല്ല്? ആ നെടുവ. ഇത് നെടുവാന്നാ പറയുന്നത്. പല്ല് കെട്ടിയാൽ അപ്പോഴേ മുറി കൈ വെട്ടത് അല്ലേ? മീൻ വെട്ട്. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മീൻ വെട്ട് വെട്ടമില്ല കേട്ടാ. വെട്ടമില്ല ഇവിടെ. ലൈറ്റിൽ വെട്ടമില്ല. പ്രകാശമുള്ള ലൈറ്റ് മേടിച്ചിടാം. മൊത്തത്തിൽ വെട്ടം പറഞ്ഞ് കിടക്കുക ഇപ്പം കേട്ടാ. ചട്ടി കത്തിക്കാം. ചട്ടി കത്തിക്കാം. എണ്ണ ഒഴിക്കാം. ഉലുവ ഇടാം. ഉലുവ കറു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അന്നേരം പെട്ടെന്ന് അത് മൂത്ത് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. മൂത്ത് വരുന്നു. മൂക്കട്ടെ. എണ്ണയ്ക്കകത്ത് ഇടണം. മൂക്കട്ടെ. നമുക്ക് മുളക് പൊടി ഇടാം. മല്ലിപ്പൊടി, മഞ്ഞൾത്തൂൾ, മസാല മൂത്ത്. നമുക്ക് പുളി, വടക്കംപുളി. വടക്കംപുളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. വടക്കംപുളി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യം കുറച്ച് കൊടുക്കുക. ഇത് മൂടി വെക്കാം. തിളക്കട്ടെ. ഇത് ഇങ്ങനൊരു പണിയുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇങ്ങനെ ഞാൻ വെക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടച്ച് ഇവിടെ വേറൊരു പണിയുടെ നടന്നോണ്ടിരിക്കുക. ദോശ ചുടിയിൽ അങ്ങനെ പരിപാടികൾ പലതാ. അത് ഇവര് മൊത്തം ഇരിക്കുക. ഇനി ഇത് കറി ക്ലിയറായിട്ട് തീർന്നതിന് ശേഷം ദോശയും കറിയായിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അടിയിൽ നിന്നൊരു പീസ് അതെടുത്ത് ഇതിൻ്റെ മേടിക്കുന്ന ഒഴിച്ച് ചാറിന് ഒഴിച്ച്
ഒരു ചാറ് ഒഴിച്ച് നോക്കട്ടെ. മീനല്ല ചൂടാ ചൂട്. ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് വരുന്നു. അടിപൊളിയാ. സൂപ്പറാ. ഞാൻ വെച്ചോണ്ട് പറയല്ല കേട്ടാ, ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല. നല്ല കറിയാണ്, സൂപ്പർ കറിയാണ്. സൂപ്പറാ. നിങ്ങൾ ഇതിനകത്ത് മീനൊക്കെ മേടിച്ച് കറിയൊക്കെ വെക്കണേ. ഇതിനകത്ത് മീനൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് മേടിക്കാനൊന്നും ഉള്ളതില്ല. ചൂണ്ടയിട്ട് വല്ലപ്പോഴും കിട്ടുമ്പം കഴിക്കുന്നതാണ്. അല്ലാതെ ഈ വലിയ മീനൊന്നും മേടിച്ച് കഴിക്കാനുള്ള പാങ്ങില്ല. പിന്നെ ചൂണ്ടയിടാൻ അറിയാം. ചൂണ്ടയിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ കഴിക്കും. അടുത്ത വീഡിയോ കാണാം.